ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലക്ഷ ടൈം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു മത്തങ്ങ എരിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് കുതിർത്ത് വെച്ചൊരു 150 ഗ്രാം വൻപയറാണ് അതിലേക്കിടാം. ഇതൊരു 1/4 കിലോ മത്തങ്ങയാണ്, 250 ഗ്രാം മത്തങ്ങയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കറി ലീഫ്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുതിർത്ത് വെച്ച വൻപയറായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. മത്തങ്ങയും പയറും വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇത് 2 കപ്പ് തേങ്ങയാണ്. അതിൽ 1 കപ്പ് തേങ്ങ നമുക്ക് ചതച്ചെടുക്കാൻ വേണം. 1 കപ്പ് തേങ്ങ നമുക്ക് വറുത്ത് കോരി ഇടാൻ വേണം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത് എരിവില്ലാത്തതാണ്, അതായതുകൊണ്ട് ഞാൻ 3 ഇടുകയാണ്. പച്ചമുളക്, 2 കറി ലീഫും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. വൻപയറും മത്തങ്ങയും വെന്തോന്ന് നമുക്ക് നോക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർക്കാം. അരപ്പ് വേകാനായിട്ട് ഇച്ചിരി നേരം കൂടെ നമുക്ക് മൂടി വയ്ക്കാം. നമുക്കിനി തേങ്ങ വറുത്ത് കോരി ഇടാം. തവ വെച്ച് ചൂടായി. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളകിട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളറിൽ മൂത്തിട്ട് വേണം അതിലേക്ക് വൻപയറിലേക്ക് ചേർക്കാനായിട്ട്.
പെട്ടെന്ന് ബ്രൗൺ കളർ ആകാൻ വേണ്ടിയിട്ടാണ്. കുറേ ഷോർട്ട് വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ലോങ് വീഡിയോസ് ഇട്ടിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. എന്നാലും നിങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. എല്ലാവരും തിരക്കുള്ള ആൾക്കാരല്ലേ, അത് കാരണം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാതെയാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത്. ഈ വ്യൂസ് കുറവാണ്. വീഡിയോസുകളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്, പക്ഷേ വ്യൂസ് കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. മൂത്തിച്ചിരി കൂടെ മൂക്കാനുണ്ട്. ഓണത്തിന് എരിശ്ശേരി വെക്കാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. ഇലയിൽ എരിശ്ശേരി ഇല്ലെങ്കിൽ ഒരു കുറവ് തന്നെയാണ്. പുതിയ മോഡൽ തവയിലൊക്കെ ചെയ്യുന്നതിൽ എത്രയോ ടേസ്റ്റ് കൂടുതൽ പഴമക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചട്ടികളിലും കൽച്ചട്ടികളിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെ. അരച്ചെടുക്കുന്നതും അരകല്ലിൽ അരച്ചെടുക്കുന്നതും ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നതും മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതിലൊക്കെ എത്രയോ ടേസ്റ്റാണ്. എളുപ്പത്തിന് വേണ്ടി ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും ടൈമില്ലല്ലോ. അത് കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും ആയിരിക്കും. ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിനിപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലും വൻപയറിലേക്കും ഇത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമ്മൾ ഉപയോഗിക്കാം. ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്. തേങ്ങ ഒരേപോലെ ചിരവുമ്പോൾ ഒരേപോലെ വന്നില്ലെങ്കിൽ മൂപ്പിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഏകദേശം ഒരേപോലൊക്കെയാണ് വന്നിരിക്കുന്നത് ചിരവിയത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് വരാതിരിക്കാൻ കാര്യമൊന്നുമില്ലല്ലോ, മത്തങ്ങയും വൻപയറും അല്ലേ. പിന്നെ തേങ്ങ വറുത്ത് നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.